പേമാരി പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും തകരില്ലി പ്രസ്ഥാനം. തകരില്ലി പ്രസ്ഥാനം. BJP എന്നും അഭിമാനമായി മാറിക്കഴിഞ്ഞല്ലോ. തൃശ്ശൂര് മാറിക്കഴിഞ്ഞല്ലോ. എന്റെ ഉമ്മ തൊട്ട് എല്ലാരും അദ്ദേഹത്തിനാണ് വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടുള്ളത്. നമസ്കാരം. രാജ്യത്ത് പാർലമെന്റ് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമാണ് നാളെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് BJP കണക്കാക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകരെല്ലാവരും ആകാംക്ഷയോടെ കാണുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ് തൃശ്ശൂരിനെ വലിയ രീതിയിൽ ഇതുപോലെ ശ്രദ്ധേയമാക്കിയത്. സുരേഷ് ഗോപി പ്രചരണ രംഗത്ത് മുന്നോട്ട് വന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു വിജയഗാനം എഴുതി വൈറലായ സുൽഫത്താണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. അപ്പൊ സുൽഫത്ത് വീണ്ടും ഒരു പാട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി എഴുതിയിരിക്കുകയാണ്. അത് നാളെ അദ്ദേഹം വിജയിച്ചതിന് ശേഷം തൃശ്ശൂരിൽ പോയി പാടാൻ വേണ്ടിയിട്ടാണ് സുൽഫത്ത് തയ്യാറായിരിക്കുന്നത്. അപ്പൊ സുൽഫത്തിന്റെ ആ ഒരു പാട്ടും എന്താണ് സുൽഫത്തിന്റെ പ്രതീക്ഷകളൊക്കെ എന്നുള്ളത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. സുൽഫത്തെ നമസ്കാരം. നമസ്കാരം. സുൽഫത്തെ നമസ്കാരം. നമസ്കാരം. സുരേഷ് ഗോപി ജയിക്കൂ? എന്തായാലും ജയിക്കും, എനിക്ക് നല്ലോണം ഉറപ്പുണ്ട്. എന്താണ് കാര്യം? കാരണം സുരേഷ് ഗോപി സാറാണല്ലോ ജയിക്കേണ്ടത്. കാരണം എത്ര കൊല്ലം തോറ്റാലും സുരേഷ് ഗോപി സാറ് ഇക്കൊല്ലം എന്തായാലും ജയിക്കും. അത് ആരല്ല എന്ന് പറഞ്ഞാലും എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം അത്രയ്ക്കും വോട്ട് ആന്ധ്രാപ്രദേശിലാവട്ടെ, അരുണാചൽ പ്രദേശിലാവട്ടെ, സിക്കിമിൽ തീരില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ബാക്കി എല്ലാ സംസ്ഥാനത്തും പിന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എന്തായാലും അദ്ദേഹം ജയിക്കും. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം എല്ലാരും അദ്ദേഹത്തിന് തന്നെയാണ് വോട്ട് ചെയ്തത്. ഇപ്പോ സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് നാളെ പാടാൻ ഉദ്ദേശിച്ചിട്ടുള്ള പാട്ട് ഒന്ന് പാടാൻ പറ്റുമോ? പേമാരി പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും തകരില്ലി പ്രസ്ഥാനം. തകരില്ലി പ്രസ്ഥാനം. BJP എന്നും അഭിമാനമായി മാറിക്കഴിഞ്ഞല്ലോ. തൃശ്ശൂര് മാറിക്കഴിഞ്ഞല്ലോ. ഐശ്വര്യ നേതാക്കൾ അമരത്തുദിച്ചപ്പോൾ അന്തസ്സിൻ മുന്നേറ്റം. താമര അന്തസ്സിൻ മുന്നേറ്റം. പേമാരി പെയ്താലും കൊടുങ്കാറ്റടിച്ചാലും തകരില്ലി പ്രസ്ഥാനം. തകരില്ലി പ്രസ്ഥാനം. BJP എന്നും അഭിമാനമായി മാറിക്കഴിഞ്ഞല്ലോ. തൃശ്ശൂര് മാറിക്കഴിഞ്ഞല്ലോ. ഐശ്വര്യ നേതാക്കൾ അമരത്തുദിച്ചപ്പോൾ അന്തസ്സിൻ മുന്നേറ്റം. താമര അന്തസ്സിൻ മുന്നേറ്റം. സുൽഫത്തെ, ഇങ്ങനെ ഈ പാട്ട് സുരേഷ് ഗോപിക്ക് വേണ്ടി എഴുതാനുള്ള കാരണം എന്താ? അദ്ദേഹം നല്ല മനുഷ്യനാണ്. അദ്ദേഹം ഇനിയും ഈ ഇന്ത്യക്ക് വേണ്ടിയാവട്ടെ, ഈ രാജ്യത്തിന് വേണ്ടിയാവട്ടെ എന്തും ചെയ്യും. അന്ത്യവാസികൾ എന്നല്ല, എല്ലാ മനുഷ്യന്മാർക്കും, അതിപ്പം ഇന്ത്യ രാജ്യത്ത് എല്ലാ സംസ്ഥാനത്തുള്ളവർക്കും എന്തായാലും അദ്ദേഹം എന്ത് വേണമെങ്കിലും ചെയ്യും. ജയിച്ചാലും അതെ, ജയിച്ചില്ലെങ്കിലും അതെ, പക്ഷെ ജയിപ്പിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോ വോട്ടെടുപ്പെല്ലാം കഴിഞ്ഞല്ലോ, നാളെയുള്ള റിസൾട്ട് വരുന്നത്. ഈ സമയത്ത് സ്ത്രീ ജനങ്ങളൊക്കെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്? നല്ലോണം വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്റെ ഉമ്മ തൊട്ട് എല്ലാരും അദ്ദേഹത്തിനാണ് വിശ്വസിച്ച് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോ എല്ലാ മതവിഭാഗത്തിൽ നിന്നുള്ള ആളുകള് BJPക്ക് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുന്ന വിശ്വസിക്കുന്നു? എല്ലാ മതം എന്ന് പറഞ്ഞാല് നമ്മള് ഹിന്ദുക്കളില് എല്ലാരും ചെയ്യും, കുറെ പേരൊക്കെ ചെയ്യും. ക്രിസ്ത്യാനിലും കുറെ പേരൊക്കെ ചെയ്യും. ഞങ്ങള് മുസ്ലിംസില് ഞങ്ങളും പിന്നെ കുറച്ച് പേരാണ് ചെയ്യാനുള്ളത്. പിന്നെ കുറെ പേര് ഞങ്ങള് ഊറ്റം പറയുന്നവരുണ്ട്, നമ്മൾ മുസ്ലിം അല്ലേ അങ്ങനെ. പക്ഷെ എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമില്ല. കാരണം വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാല് നമ്മള് അധികം അങ്ങോട്ട് ഇതാവാൻ പാടില്ല. നമ്മള് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, അങ്ങനെയാണ്. അപ്പം എനിക്ക് സുരേഷ് ഗോപി സാറിന് ഇഷ്ടമാണ്. ഞാൻ വോട്ട് ചെയ്യാൻ ചെയ്യും. അതിന് പ്രായമാണ്, എന്നാലും ഞാൻ വോട്ട് ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്ത് കാര്യം വേണമെങ്കിൽ ചെയ്യും. നമസ്കാരം. നമസ്കാരം. നാളെയാണ് റിസൾട്ട് വരുന്നത്. എത്രത്തോളം ഉണ്ട് തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ള പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷയാണ്. കാരണം നല്ല മനുഷ്യനാണ്, നല്ല വ്യക്തിയാണ്. ഒരുപാട് വോട്ടുകള് സാറിന് കിട്ടിയിട്ടുണ്ടെന്നുള്ള നല്ല പ്രതീക്ഷ ഉണ്ട്. വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുണ്ടല്ലോ അപ്രതീക്ഷിതമായിട്ട്, അങ്ങനെ ആളുകൾ ആരെങ്കിലും തുറന്ന് സമ്മതിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഒരുപാട് ആളുകൾ എന്നോട് അങ്ങനെ സ്വകാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മുസ്ലിംസിൽ തന്നെ ഒരുപാട് ആള് ആണുങ്ങളും പെണ്ണുങ്ങളായിട്ട് തൃപ്രാർ വെച്ചിട്ട്
എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊക്കെ സുരേഷ് ഗോപി സാറിന് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ പറഞ്ഞു ആള് നല്ല വ്യക്തിന്, ആള് നല്ല നാടിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് വേണ്ടി നല്ല ഉപകാരങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ്. എന്നുവെച്ചാൽ എല്ലാ പാർട്ടിക്കാരന്മാര് വോട്ട് ചെയ്ത് ആ മൂടും തട്ടിപ്പോണ ഇതിൽപ്പെട്ട ആളല്ല. ഇപ്പൊ കഴിഞ്ഞ ഒരു 5 വർഷത്തെ ഇവിടുത്തെ ടി എൻ പ്രതാപൻ MP ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒക്കെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ എങ്ങനെയായിരിക്കും വിലയിരുത്തിയിരിക്കുന്നത്? ഒരാളും നല്ല അഭിപ്രായം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എന്താണ് അങ്ങനെ ഒരു അത് വോട്ട് ചെയ്ത് ഇവര് കിട്ടിപ്പോയാ പോരല്ലോ, അവര് പ്രവർത്തിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് പ്രവർത്തിക്കണം. ആ പ്രവൃത്തി ശരിയല്ലാത്തതിന്റെ പേരിലാണ് ഇന്നിങ്ങനൊക്കെ വന്നുകൂടിയത്. അത് പ്രതാപേട്ടൻ നന്നായി മനസ്സിലാക്കിക്കോട്ടെ. അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് നെഗറ്റീവ് ആയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക്. അതൊക്കെ തീർച്ചയായിട്ടും ആള് ഈ പ്രാവശ്യം നിന്ന് എന്തായാലും ജയിക്കൂല എന്നറിയാം. അതാണ് മുരളി സാറിനെ കൊണ്ടുവന്ന് ഇട്ടത് അവിടെ. മുരളീധരൻ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമോ? എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുക. എന്തായാലും നമുക്ക് ഇവിടെ സുരേഷ് ഗോപി സാർ തന്നെ വിജയിക്കുള്ള തീർച്ചയായിട്ടും. സേഫായി, ഒരു സംശയമില്ല. ഇപ്പൊ എല്ലാ മതവിഭാഗങ്ങളുടെ ഭാഗത്തു നിന്ന് BJP ഒരു വർഗീയ പാർട്ടിയാണെന്നുള്ള പ്രചരണമൊക്കെ വ്യാപകമായിട്ടുണ്ടല്ലോ. അപ്പോ അതൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് സുരേഷ് ഗോപിക്ക് എല്ലാ മതവിഭാഗത്തു നിന്ന് വോട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും എല്ലാ മതക്കാരും വോട്ടും കിട്ടിയിട്ടുണ്ട്. ഇവിടെ മതവും ജാതി മതമൊന്നുമില്ല. അങ്ങോട്ട് ആ പള്ളിയിൽ പോയ സമയത്ത് സത്യം പറഞ്ഞ എനിക്ക് സങ്കടം വന്ന്. എന്നുവെച്ചാൽ അവരാ സ്വീകരണവും അതാണ് മനുഷ്യൻ, അതാണ് മനുഷ്യത്വം. കണ്ടാ ഇവിടെ മുസ്ലിങ്ങളെ വോട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഒന്നും പരസ്യമാക്കണില്ല എന്നുള്ളൂ. അത് അയാളെ നല്ല മനുഷ്യനാ അതിന്റെ പേരില്. ഇപ്പോഴും ജനങ്ങൾ പറഞ്ഞെന്താ ആള് പറഞ്ഞ വെച്ചാൽ എന്റെ ദൈവങ്ങളെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്, അമ്മനെ അച്ഛനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. അത് സത്യം ചെയ്താലും ചെയ്തില്ല അങ്ങോട്ട് ചെയ്യും, നല്ല കാര്യങ്ങൾ ചെയ്യും, തീർച്ചയായിട്ടും ഉറപ്പാണ്. വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുരേഷ് ഗോപിക്കെതിരെ ഈ ഇലക്ഷൻ പ്രചാരണ സമയത്ത്. പക്ഷെ അദ്ദേഹം ഒരു ഇതുപോലുള്ള പ്രതികരണങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ സൈലന്റ് ആയിരുന്നു. ജനങ്ങൾക്ക് വേണ്ട ക്ഷേമ പ്രവർത്തന കാര്യങ്ങൾ മാത്രം ചെയ്യുക എന്ന ലക്ഷ്യത്തോടായിരുന്നു ആൾക്ക് കൂടുതൽ താല്പര്യം. അദ്ദേഹം പ്രതികരിക്കാതിരുന്നത് അദ്ദേഹത്തിന് ഗുണമായോ? പ്രതികരിക്കാണ്ടിരുന്നത് ഗുണമായെന്ന് ചോദിച്ചാല് ഇതിലെ കൂടുതൽ വോട്ട് ലഭിക്കാനായിട്ട് അധികം പ്രശ്നങ്ങളിലേക്കൊന്നും അദ്ദേഹം പോയില്ല, ആരും അപമാനിക്കാനൊന്നും പോയില്ല. അത് ഗുണമായിട്ടുണ്ടാവില്ല? തീർച്ചയായിട്ടും നല്ല ഗുണമായിട്ടുണ്ട്. അതിന് നല്ല കാര്യം എന്ന് വെച്ചാൽ അങ്ങോരെ കുറിച്ച് ഒരുപാട് അപരാധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതില് വേറെ പാർട്ടിക്കാരെന്നെ പറയുന്നുണ്ട് ഞങ്ങള് പാർട്ടി വേറെ ആയാലും പക്ഷെ അങ്ങോരെ അങ്ങനും ചെയ്യുന്ന ആളല്ല. അതെന്റെ ചെവിടാലെ കേട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അയാളെ മനുഷ്യത്വം ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ജനങ്ങള്. കണ്ടാ അതാണ്. അത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ തരംഗമാണ് എന്നുള്ള രീതിയിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. 350-നും 400 സീറ്റുകളൊക്കെ ലഭിക്കും എന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? നോക്കി കാണുന്ന നല്ല മുന്നേറ്റത്തിൽ വരട്ടെ, ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ജയിക്കണം, വലിയ രീതിയിലുള്ള പ്രതീക്ഷ. വലിയ രീതി. മോദി സർക്കാരിന്റെ 10 വർഷത്തെ പ്രവർത്തനങ്ങളെ പറ്റി എന്താ അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. ഇനി അടുത്ത 5 വർഷം എങ്ങനെയായിരിക്കും? ഇതിലും നല്ല പ്രവൃത്തിയായിരിക്കും. പക്ഷെ ആള് പറയണെന്ന് വെച്ചാല് പള്ളി പൊളിക്കും, അത് ചെയ്യും, മുസ്ലിങ്ങൾ ഇവിടുന്ന് ഓടിക്കും. ഞാൻ പറയുന്നത് ഒന്നുമില്ല, അതൊക്കെ വെറുതെ പറഞ്ഞുണ്ടാക്കുകയാണ്. ഒരു കാലത്തും സുരേഷ് ഗോപി സാർ അതിന് കൂട്ടു നിൽക്കുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുന്ന കാലത്ത് ആള് രാജിവെക്കും എന്നുള്ളതാണ് ഞങ്ങളെ ഏറ്റവും വലിയ പ്രതീക്ഷ. ഇപ്പൊ രാജ്യത്തിന്റെ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി തന്നെയാണോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ കാണാൻ സാധിക്കുക? എന്ന് വിചാരിക്കിന് വരണം. ഈ വട്ടം കേരളത്തിൽ എത്ര സീറ്റുകൾ നേടുന്നാണ് പ്രതീക്ഷിക്കുന്നത്? അത് മാത്രം സീറ്റുകൾ ഇപ്പൊ എങ്ങനെ ഞാനിങ്ങനെ വോട്ട് കഴിയാണ്ട് പറയാ, എന്നെ എങ്ങനെ ഇട്ട് ഇടങ്ങറാക്കണം. എന്തായാലും തൃശ്ശൂരിലെ ഒരു വലിയ മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ? വലിയ മുന്നേറ്റം 100%, ഒരു സംശയമില്ല. അവരേലും ടെൻഷൻ എനിക്കാ, സാറിനേലും കൂടുതൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളിന്. സർവശക്തനായ അള്ളാഹു എത്രയും പെട്ടെന്ന് നല്ല ഭൂരിപക്ഷത്തോടു കൂടെ സുരേഷ് ഗോപി സാറിനെ നല്ല വിജയിക്കണം. ഞാൻ സാറിന്റെ എരിയത്ത് വന്ന് മോളായിട്ടൊന്ന് പാട്ടുപാടി നമുക്ക് ആഹ്ലാദ പ്രകടനം നടത്തണം. ജയ്.